യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സത്യമായിട്ട് ഞാൻ ആ പേപ്പേഴ്സ് എടുത്തിട്ടില്ല. അതിന്റെ പേരിൽ അവളോട് പോരുതെന്ന് പറയാച്ചാ. എങ്ങനെ പറയൂടാ? നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ അനുഭവത്തില് എന്റെ മകൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ഊളാ മനുഷ്യ, പറഞ്ഞാലും വിശ്വസിക്കൂല. ആഹാരം എങ്ങനെയുണ്ട് സത്യ? കുഴപ്പമില്ല, രുചിയുണ്ട്. എല്ലാം പ്രതിഭ ഉണ്ടാക്കിയതാ. ഇന്ദ്രേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാചകം ചെയ്ത് പരിചയം കാണും. അതുകൊണ്ട് മാത്രമല്ലടാ, ചിലർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട എന്തുണ്ടാക്കിയാലും അതിന് നല്ല രുചിയായിരിക്കും. ആ കൊച്ചൊരു 100 തവണയെങ്കിലും സത്യം സാറിന് അത് ഇഷ്ടപ്പെടുവോ ഇത് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ നിന്റെ ഏട്ടത്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ പ്രതിഭ കൊച്ചി ഈ ആഹാരം ഉണ്ടാക്കിയത്. ഭാനുവും ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. എടാ സത്യ, നിന്റെ ഈ ദുർവാശി ആദ്യം കളയെ. ആ കൊച്ചു നല്ല മിടുക്കി കൊച്ച. ഓഫീസ് നോക്കാനും കൊള്ളാം, വീട് നോക്കാനും കൊള്ളാം. അവളെ കൂടെ കൂട്ടിയ നിന്റെ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും മോനെ. ദേ ഭാനുമേ, നിങ്ങളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേ. എന്റെ വായടയ്ക്കാൻ നിന്റെ അമ്മ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയല്ലേ നീ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഭാനുമ്മ നിന്റെ നല്ലതിനേ പറയൂ. ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാടാ. അത് നീ കണ്ടില്ലെന്ന് നടിക്കരുത് മോനെ. സത്യ, നീ അവിടെ ഇരിക്ക്. എടാ, ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഇരിക്ക് സത്യ. ഭാനുമ്മേ, ഇനി ഈ വിഷയം ഇവിടെ സംസാരിക്കണ്ട. ഇതതിന് പറ്റിയ സമയമല്ല. അല്ല മോനെ. വേണ്ട ഭാനുമ്മേ, തൽക്കാലം അത് വിട്. അതാ എല്ലാവർക്കും നല്ലത്. ശരി. നിങ്ങൾ ഇനി എന്താന്ന് വെച്ചാ ചെയ്യ. നല്ലത് പറഞ്ഞു തരുമ്പം ചെവി കൊണ്ട് കേട്ടില്ലെങ്കിൽ ഛേദം വരുമ്പം മനസ്സിലാക്കിക്കൊള്ളു. ഞാൻ ഇറങ്ങുക. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അമ്പിളിയുടെ കൂടെ നീ വരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ വലുതായിട്ടെന്തോ സംഭവിച്ചു. ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ മോളെ? നിസ്സാര പ്രശ്നോ? അച്ഛനെന്തായി പറയുന്നത്? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ചിരു. വിനയൻ നിന്നെ ഇതിനു മുമ്പ് എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വച്ച് നോക്കുമ്പോ ഇതിലെന്തിരിക്കുന്നു? എന്റെ മനസ്സിന് താങ്ങാനുള്ള ശക്തി കുറഞ്ഞു പോയി കാണും, അല്ലേ അച്ഛാ? അല്ലാതെ ഞാനെന്തു പറയാനാ? സഹിക്കുന്നില്ല എനിക്ക്. അച്ഛന് നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട് മോളെ. അച്ഛനുണ്ട് വലിയ വിഷമം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം മോളെ. വിനയനിപ്പോ ഒരു ഭാഗം തളർന്നു കിടക്ക. ഈ സമയത്ത് നീ അവനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്നത് ശരിയായില്ല മോളെ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കൈയും കാലും തളർന്നേ ഉള്ളൂ അച്ഛാ. അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. നാവിലും മനസ്സിലും വിഷം കൂടിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ നമുക്കല്ലേ അറിയുമോളെ, നാട്ടുകാർക്കറിയില്ലല്ലോ. ഈ അവസ്ഥയിൽ നീ വിനയനെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞ നാട്ടുകാർ നിന്നെയല്ലേ കുറ്റം പറയൂ.
എന്ത് വേണേലും പറഞ്ഞോട്ടെ അച്ഛ. ആ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നൊന്നും അവരറിയുന്നില്ലല്ലോ. എന്നെ എന്റെ അച്ഛൻ മനസ്സിലാക്കിയാ മതി. വേറെ ആരെ എനിക്കൊന്നും ബോധ്യപ്പെടുത്തണ്ട. അതെ അച്ഛ, ഇത്ര കഷ്ടപ്പെട്ട ഞാൻ ഈ ജോലിക്ക് കയറിയെന്ന് അച്ഛൻ അറിയാലോ. അത് നഷ്ടപ്പെടാതിരിക്കാൻ അച്ഛനും കൂടെ എന്റെ ഒപ്പം അവിടെ വന്നതല്ലേ. എങ്ങനെയെങ്കിലും ആ ജോലി നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്ത ഞാൻ എന്ത് ചെയ്യും അച്ഛ? എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും? നീ ഇരട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്നറിഞ്ഞ ആ നിമിഷം അവിടുന്ന് ഇറങ്ങിപ്പോയവനല്ലേ അവൻ. എന്നിട്ട് നീ ആ മക്കളെയും കൊണ്ട് ഇവിടം വരെ എത്തിയില്ലേ? അവനെ പേടിച്ച് മാറി നിൽക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു മോളെ. ഇനി നീ അവനെ പേടിക്കേണ്ട കാര്യമില്ല. സൂക്ഷിച്ച മാത്രം മതി. ഒന്നുകൂടി കരുതലോടെ നീങ്ങിയാൽ നിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിനക്ക് നീയായി തന്നെ നിന്നുകൊണ്ട് പലതും ചെയ്യാനും പറ്റും. അതെ ചീരു, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. അവൻ പല്ലും നഖം ഉപയോഗിച്ച് ആക്രമിക്കുന്ന കാലത്ത് നീ സഹിച്ചു. അതൊന്നും ആരെ അറിയിക്കാതെ അവന്റെ പേര് നശിപ്പിക്കാതെ കൊണ്ടുപോയി. ഇപ്പൊ അവന് ഷോക്കേറ്റ കാര്യം മാത്രമേ നാട്ടുകാർക്കറിയൂ. ഈ സമയത്ത് നീ വിനയനെ ഇട്ടിട്ട് വന്നാ നിന്നെ മാത്രമേ എല്ലാരും കുറ്റപ്പെടുത്തുള്ളൂ. ശരിയാ, ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ അയാളുടെ അച്ഛനും ചിലപ്പോൾ അയാളെ കളഞ്ഞിട്ട് പോകും. പിന്നെ ആഹാരവും മരുന്നും കിട്ടാതെ അവിടെ കിടന്ന് മരിക്കുകയുള്ളൂ. നാളെ കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊക്കെ ആര് ചെയ്യും? എന്റെ തലയിലെഴുത്ത് ഞാൻ തന്നെ കൊണ്ടു നടന്നേ പറ്റൂ. നാളെ ഓഫീസ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോളാം അച്ഛാ. ഞാൻ എന്റെ മക്കളുടെ അടുത്ത് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. മോളെ ചിരു, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞ ഇതാ മോളെ. പ്രത്യേകിച്ച് നീ അനന്തമാഷ് വളർത്തിയ മകളാ. നിന്റെ പുരുഷൻ നിന്നോട് എന്ത് കാട്ടിയാലും നിനക്ക് അത്ര എളുപ്പം ആ ബന്ധം അറുത്തുമുറിച്ചു പോരാനാവില്ല. പോ മോളെ, പോയി റെസ്റ്റ് എടുക്ക. മഞ്ചാടി, ചേച്ചി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു. ചീരു നാളെ തിരിച്ചു പോകും. ഞാനൊന്ന് പഞ്ചരത്നത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കാൻ. പഞ്ചരത്നത്തിലേക്കോ? അമ്മോനെന്തിനിപ്പോ അങ്ങോട്ട് പോകുന്നേ? അവിടെ ആരാ ഉള്ളേ? അവിടെ ആരാ ഉള്ളതെന്നോ? എന്റെ എല്ലാരും അവിടെ അല്ലടാ ഉള്ളത്. അച്ഛൻ, അമ്മ, പെങ്ങൾ, അതായത് നിന്റെ അമ്മ, പിന്നെ എന്റെ ലക്ഷ്മി. മനസ്സിൽ സങ്കടങ്ങൾ കുമിഞ്ഞു കൂടുമ്പോ അവിടെ ചെന്നിരുന്നാൽ ഒരു ആശ്വാസ. എല്ലാ ഭാരവും ഇറക്കി വെച്ചതുപോലൊരു തോന്നല. വീണ്ടും മുമ്പോട്ട് പോകാൻ ആരൊക്കെയോ ധൈര്യവും ശക്തിയും തരും. അതുകൊണ്ടൊക്കെയാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതാ ചായ, സൂക്ഷിച്ചു കുടിക്കണം, ചൂടുണ്ട്. ഞാനേ അടുക്കളയിലേക്ക് പോവാ. ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടാക്കണ്ടേ? അതോടെ നിന്നേ. അച്ഛന്റെ മരുമോൾ ഇത് എന്ത് കരുതിയാ? അവള് കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കേണ്ടത് ഇവിടെയാണോ അതോ രഘുവിന്റെ വീട്ടിലാണോ? എടാ, നീ ഈ അവസ്ഥയിലിരിക്കുമ്പോ കുഞ്ഞുങ്ങളെയും കൂടെ നോക്കാൻ എന്തായാലും ചിരുവിന് പറ്റില്ല. അതുകൊണ്ട് മക്കള് തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ. ഓ, പറയുന്നത് കേട്ടാ എന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന അവളാണെന്ന് തോന്നുമല്ലോ. കുട്ടികളെ അവൾ രഘുവിന്റെ വീട്ടിലേക്ക് മാറ്റിയത് പതുക്കെ പതുക്കെ അവൾക്ക് അങ്ങോട്ടേക്ക് കുടിയേറാൻ വേണ്ടിയാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാരണമില്ലാതെ അവളെന്തിനാ അമ്പിളി ചേച്ചിയുടെ കൂടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഒരു കാരണമില്ലാഞ്ഞിട്ടാണോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? എടാ, നീ അവളുടെ ജോലി കളയാൻ വേണ്ടി ഓഫീസിലെ ഫയലിൽ നിന്ന് പേപ്പർ എടുത്ത് മാറ്റിയില്ലേ?
ദേ ഡാ,